നമുക്ക് ഇന്ന് നമ്മുടെ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് ാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് അദ്ദേഹത്തെ കൂടി ചെയ്യിച്ച പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിൽ പല ഇന്ത്യയിലും ഇവിടെയും ചെയ്ത കാര്യങ്ങളൊക്കെയും വിശ്വസിച്ച് പറയാൻ നമ്മൾ കേൾക്കുവാനും ഇവിടെ അയച്ചു തന്നു. നമുക്ക് സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ ഒക്കാത്ത കാര്യങ്ങൾ പോലും ദൈവം തന്നെ ദാസത്തിൽ കൂടി ചെയ്തത് നമ്മളോട് അനുഭവ സാക്ഷ്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സർദാറിന്റെ ദാസൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ദൈവം തന്നിരിക്കുന്നത് പോലെ അനുഭവ സാക്ഷ്യത്തിലൂടെയും വചനത്തിൽ കൂടിയും നമ്മളോട് സംസാരിക്കും. എല്ലാവരും നമുക്ക് പ്രാർത്ഥനയോടിരിക്കാം. കർത്താവിന്റെ വിലയേറെ തോമസ് എബ്രാഹിമിനെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചുകൊള്ളും. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ സന്ധ്യാസമയം കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലകളായ കർത്താവേ, ഈ പ്രേയർ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി സമയം ഞങ്ങളോട് നീ സംസാരിക്കണമേ. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ കർത്താവേ, അങ്ങ് കടന്നു വന്ന് തന്റെ മക്കളെ ചേർക്കുവാൻ കടന്നു വരേണ്ട സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവേ, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി നിന്നുകൊണ്ട് അങ്ങയുടെ വചനപ്രകാരം വചനത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ട ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെയും ഈ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവേ, അങ്ങ് അങ്ങയുടെ അഭിഷിക്തദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ഇത് 2-3 ആഴ്ചയായിട്ട് ഈ വചനത്തിൽ കൂടെ നാം ചിന്തിച്ചു. ദൈവം നമ്മളോട് സംസാരിച്ചു. സങ്കീർത്തനം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഞാൻ യഹോവയെ എപ്പോഴും എന്നെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. നമ്മുടെ വലത്തു ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ് ഈ ഭാഗം. നമ്മുടെ വലത്തു ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു ഉള്ളത് കൊണ്ട് നാം കുലുങ്ങിപ്പോകുകയില്ല. അപ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകാതെ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകാതെ, നമ്മളും നമ്മുടെ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നിന്ന് പിന്മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തെ നാം മുന്നിൽ വെക്കണം. ദൈവത്തെ നമ്മുടെ മുന്നിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളെ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, മനപീഡനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന, നമ്മൾ ആക്കി വച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വലത്തു ഭാഗത്തുണ്ട്. അവൻ നമ്മെ കരുതും. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 25-26 വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 25-26, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. പൗലോസ് പറയാണ്, ഞാൻ കർത്താവായ യേശുവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗി ഇരിക്കയാൽ ഞാൻ കുടുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച്, എന്റെ നാവ് ആനന്ദിച്ച്, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. അപ്പം നമ്മുടെ കർത്താവ് നമ്മുടെ മുന്നിൽ ഇരിക്കയാൽ നാം ഒരിക്കലും കുലുങ്ങിപ്പോയില്ല ദൈവ പൈതലേ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവ് നമ്മുടെ മുന്നിൽ, നാം കർത്താവുമായി അഭേദ്യ ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷം, നമ്മുടെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും.
ാക്കി വെച്ചിരിക്കുമ്പോൾ പിന്നെ കർത്താവാണ് നമ്മൾ വാഴുന്നത്. നമ്മുടെ ജഡം വരെ സന്തോഷിക്കും. ഈ മോട്ടോർ ബോഡിയിൽ ലയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കർത്താവുമായിട്ടുള്ള കണക്ഷനിലാണ്. അപ്പൊ ആ ഒരു ബന്ധാവിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നമ്മൾ ഓരോരോ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തട്ടി മാറ്റുന്നത്. അത് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം ഈ നാളുകളിൽ നാം ഊട്ടി ഉറപ്പിക്കണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജഡത്തിലും എല്ലാം സന്തോഷം എപ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയും വിചാരവും നമ്മൾ കടക്കുമ്പോൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 24 വരെയുള്ള ഭാഗം ഞാൻ വായിക്കുകയാണ്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയുകയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ച് തന്ന പുരുഷനായ നസറായനായ യേശുവിനെ ദൈവം തന്റെ നിർണയത്താലും മുന്നറിയിപ്പാലും ഏൽപ്പിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇസ്രായേൽ പുരുഷന്മാരെ അവിടെ നമുക്ക് ചേർക്കണം. വിശ്വാസികളായ ദൈവദാസന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നമ്മൾ അറിയും പോലെ, എങ്ങനെ? ആത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും നാം അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നമ്മുടെ ഇടയിൽ ചെയ്യിപ്പിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ ദൈവം സ്ഥിരനിർണയത്താലും മുന്നറിയിപ്പിനാലും ഏൽപ്പിച്ചു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു അവന്റെ പ്രവൃത്തി, യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ചും മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം സന്തോഷിക്കുകയും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുന്നു. ആ യേശുവിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് രക്ഷ നൽകി. ഇതിന് വലിയ പാക്കേജാണ് ദൈവമക്കളെ. ഈ രക്ഷയ്ക്കകത്ത് വലിയൊരു പാക്കേജ് ഉണ്ട്. നമ്മള് സ്തോത്രം പറഞ്ഞ് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിനകത്ത് ഒരു വലിയ പാക്കേജ് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആത്മാവിൽ ആരാധിക്കുകയും ആത്മാവിൽ പാടുകയും ചെയ്യുകയും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും നമ്മൾ ദുർബലരായി മാറാറുണ്ട്. ഹൃദയത്തിൽ സംശയങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ സംശയം കൊണ്ടുവരുന്നത് ദൈവാത്മാവല്ല. ആദ്യം അത് മനസ്സിലാക്കണം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ്, ഉറപ്പിന്റെ ആത്മാവ്, ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്. അപ്പോൾ നമുക്ക് സംശയം കൊണ്ടുവരുന്ന സംശയത്തിന്റെ ആ ദുഷ്ട പോലുള്ള ആത്മാവിനെ നാം ശാസിച്ച് ജയമെടുക്കണം.
ക്രിസ്തീയ ജീവിതം അനുഭവത്തിന്റെ ജീവിതമാണ്. ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും കേറി വരുന്ന പോരുകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വ്യാകുലങ്ങളുണ്ട്. അതിനെ നാം ദൈവാത്മാവിൽ പലപ്പോഴും നമ്മളെ ദൈവം വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും, സ്വപ്നത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ സംസാരിക്കും. അങ്ങനെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ വചനത്തിനും ദൈവശബ്ദത്തിനും വിധേയപ്പെടണം. ദൈവശബ്ദത്തിന് നമ്മളെ വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അത്ഭുതം നാം കാണുകയുള്ളൂ. ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത് ആ പുത്രനിൽ കൂടി സകലവും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം, ആ ഒരു ധൈര്യം വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പല പല വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബ വിഷയം, രോഗം, പല പല വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോയാൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുകയില്ല. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പി. ഞാനൊരു അനുഭവം പറയാം. ദൈവം ചെയ്തൊരു പ്രവൃത്തി എന്റെ ജീവിതത്തില് ഒത്തിരി കാര്യം കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് മനുഷ്യരുടെ ബുദ്ധിയിൽ അത് ഒതുങ്ങുകയില്ല. എനിക്ക് തന്നെ അറിയാം, ഒതുങ്ങുകയില്ല. മനുഷ്യർക്ക് അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ നമുക്ക് ഒരു പരിധിയിലാക്കാൻ പറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, അങ്ങനല്ല. ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ദൈവത്തിന് വേണ്ടി ഒരു കുരുടൻ വന്നു. ദൈവം നടത്തിയ കാര്യം പറയാം. അതിനെ ദൈവം പ്രേരിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഒരു കുരുടൻ വന്നിട്ട് കർത്താവ് എന്താ അവിടെ ചെയ്ത്? കർത്താവ് നിലത്ത് തുപ്പി, ചേറ് പുരട്ടി, കണ്ണിന്മേൽ പുരട്ടി, ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ദൈവം ചിലപ്പം അങ്ങനെയാണോ ചെയ്യുന്നത്? എന്നാൽ വേറൊരുവരുടെ അടുത്തു അവൻ അടക്കിലിരുന്ന് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രാ, എന്നോട് കരുണ കാണിക്കണേ. ദൈവം പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പല വഴിയിലാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തൊട്ട് സൗഖ്യമാക്കും. ദൈവത്തിന്റെ വഴികൾ പല പല വഴികളാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കണം. നടന്ന സംഭവം ഒരു പക്ഷേ ഞാൻ പറഞ്ഞതായിരിക്കും. എന്റെ രണ്ടാമത്തെ മകനെയോ അതിഭയങ്കര ചുമ. ആ ചുമയ്ക്ക് വളരെ നാളുകൾ പ്രാർത്ഥിച്ചു. അതാ ഞാൻ പറഞ്ഞ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രി ഇത്തിരി പ്രയാസം തോന്നി. കർത്താവേ, വളരെ നാളുകളായല്ലോ പ്രാർത്ഥിക്കുന്നത്,
എന്തുകൊണ്ട് ഈ ലോകത്തിന് നീ സൗഖ്യം തരുന്നില്ല? കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു രണ്ടു മണി സമയമായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കടന്നു. അപ്പൊ ഈ കുഞ്ഞ് എന്റെ രണ്ടാമത്തെ മകനാണ്. ഫോർത്ത് ഗ്രേഡിൽ പഠിക്കുന്ന സമയമാണ്. ഫോർത്ത് ഗ്രേഡ്. നമുക്ക് പ്രായം അറിയാവുന്നു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ മകന്റെ അടുത്ത് പോയി കിടക്കാൻ. എനിക്കറിയത്തില്ല എന്താ ദൈവമേ ഇതിന്റെ പുറകിലത്തെ സംഭവം എന്താന്ന്. ഞാൻ എന്റെ മകന്റെ അടുത്ത് പോയി കിടന്നു. പോലും അറിഞ്ഞില്ല. അവന്റെ വലം കരം വെച്ചിട്ട് എന്റെ മുഖത്തിന് ഒരൊറ്റ അടി വെച്ചു. ആ അടി ഒരു യൗവനക്കാരനായ ഒരുത്തൻ അടിക്കുന്ന രീതിയിൽ എന്റെ മുഖത്തിനൊട്ടിട്ട് ഒറ്റ അടി. ഞാൻ ചിന്തിച്ചു, കർത്താവേ, നീ എന്നോട് പറഞ്ഞു അവന്റെ അടുത്ത് പോയി കിടക്കുവാൻ. ഞാൻ ആ ഉറപ്പും ധൈര്യവും എനിക്ക് ദൈവം തന്നത് കൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് പോയി കിടന്നത്. പക്ഷെ ആ കൊച്ചു പൈതലിന്റെ കയ്യിലേക്ക്, ആ കയ്യിൽ ഒരു അത്യന്ത ശക്തി വ്യാപരിച്ചു. അതെ, എന്റെ ഉറപ്പിനെയും ധൈര്യത്തെയും കെടുത്തിക്കളയുവാൻ തക്കവണ്ണം ഒരു യൗവനക്കാരന്റെ ശക്തിയിൽ എന്റെ മുഖത്തൊരൊറ്റയടി. നീ പറഞ്ഞാണ് ഞാൻ അവിടെ പോയി അവന്റെ അടുത്തേക്ക് കടന്നത്. പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ സംശയിച്ചില്ല ഞാൻ. ഇതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ദുഷ്ടപ്പോരികൾ കൊണ്ടുവന്ന് നമ്മുടെ വിശ്വാസത്തെ കെടുത്തും. കെടുത്തിക്കളയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കുക എന്നുള്ളതാണ് പോർവിളിയുടെ പുറകിൽ കിടക്കുന്ന വിഷയം. അങ്ങനെ അടിയും കിട്ടി ഞാൻ ആ കുഞ്ഞിനോടുകൂടെ കട്ടിൽ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എനിക്കിട്ട് അടിച്ചിട്ട് ഈ കുഞ്ഞു പോലും അറിഞ്ഞില്ല. അവൻ ഒരൊറ്റ അടി അടിച്ചിട്ട് മാറിക്കിടന്നു. ശകലം കഴിഞ്ഞപ്പോൾ എന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ വായുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്റെ കൈ എടുത്ത് അവന്റെ വായുടെ മുന്നിൽ കൊണ്ടുവരികയും അവൻ എഴുന്നേറ്റ് ഒരു തുമ്മല് തുമ്മി. കൊച്ചു കുഞ്ഞിന്റെ ഉള്ളിൽ ഇത്രയും കഫം എങ്ങനെ ഉണ്ടായെന്നറിയില്ല. ആ കഫം മുഴുവനും എന്റെ കയ്യിലേക്ക് തുമ്മി കയ്യിൽ ഇട്ടു വന്നു. അതും ആ കുഞ്ഞറിഞ്ഞില്ല. ഞാൻ എൻ്റെ ബാത്റൂമിലേക്ക് പോയി ആ കൈ കഴുകി അവന്റെ കൂടെ കിടന്നു. ദൈവ മക്കളെ, ഇന്ന് 34 വർഷം പ്രായമുണ്ട്, 33 വർഷം പ്രായമുണ്ട് ഇപ്പൊ ആ കുഞ്ഞിന്. 4th ഗ്രേഡ് പഠിച്ച സമയത്ത് നടന്ന സംഭവം. ഇന്ന് വരെ അവന് പിന്നെ ആ കഫം, ആ ഒരു വീസിങ് എന്ന രോഗം ഇന്ന് വരെ അവന് ഉണ്ടായിട്ടില്ല. നമ്മളിതിനെ നിസ്സാരമായിട്ട് എടുക്കരുത്.
ദൈവം പ്രവർത്തിക്കുന്നിടത്ത് സാത്താന്യ ശക്തി എഴുന്നേക്കും, നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുവരും. അതെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കുഞ്ഞിന്റെ കയ്യിൽ വ്യാപരിച്ച ശക്തി ഒരു വലിയ ശക്തിയാണ്. അത് എന്റെ കർണക്കുറ്റിക്കട്ട് അടിച്ച് അവൻ പോലും അറിയാതെ മാറിക്കടന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ കൈ അവന്റെ വായുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു തുമ്മലും ആ കഫം മുഴുവനും എന്റെ കയ്യിലേക്ക് വന്നു വീണു. പൈതലേ, ഇന്ന് വരെ 34 വർഷമായി ആ രോഗം ഇന്ന് വരെ അവനെ ബാധിച്ചിട്ടില്ല. ദൈവജനമേ, ദൈവവചനത്തിൽ കൂടിയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളെ വിട്ടുകൊടുക്കണം. നമ്മൾ സംശയിക്കരുത്. ദൈവമാണ്. ദൈവദാസന്മാരിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്റെ കർത്താവേ, ഇതെന്റെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ വചനമാണ്, ഇത് എന്നോടുള്ള ദൂതാണ് എന്ന് നാം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ കാണും. പോകാതെ ഇന്ന് ഇത്രയും വർഷമായി ആ രോഗം അവനെ വിട്ടുപോയിരിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഗ്രീൻ ചാനൽ വന്നു കഴിഞ്ഞാൽ, നാം അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യൻസ് 1-ാം അധ്യായം മത്സരത്തോടമാണ് നടത്തുന്നത് എന്ന് എഫേസ്യൻസ് 1-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്ക് ഞാനിവിടെ വായിക്കാം. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ യഹോവയിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. നമ്മൾ ഈ വചനം നമുക്ക് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ജഡത്തിലാണ് വസിക്കുന്ന ദൈവമക്കളെ. വേദനയും രോഗവും അസ്വസ്ഥതയും പനിയും ജലദോഷവും ഇപ്പോഴാണ് കോവിഡ്, ഇതെല്ലാം ഉള്ള ഒരു പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ വസിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം ഇതിനെ അതിജീവിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നാം ഉറപ്പാകണമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവമക്കളെ ആലോചിച്ച് നോക്ക്. ലോകസ്ഥാപനത്തിന് മുമ്പ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ നാം തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്.
സ്ഥാപനത്തിന് മുമ്പേ. ദൈവമക്കൾ മനസ്സിലാക്കണം ഈ വചനം. നമുക്ക് നമ്മൾ ഈ വചനത്തിനകത്തിറങ്ങണം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എന്റെ ലൈഫിനകത്ത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന വിഷയമായത്. എന്നെ ആരും പഠിപ്പിച്ചതല്ല. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ കുഞ്ഞാടേ നിന്റെ രക്തത്താൽ, കുഞ്ഞാടേ നിന്റെ രക്തത്താൽ ജയം. നമ്മൾ ഈ കുഞ്ഞാടിന്റെ രക്തം പറഞ്ഞ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിന്റെ രക്തം, ഇത് നമ്മൾ പറഞ്ഞ് കുറെ ഒരു 10-15 മിനിറ്റ് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ആരും പഠിപ്പിക്കുന്നതല്ല. ദൈവം മുട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണിത്. ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നതൊക്കെ ദൈവമക്കളെ നമുക്ക് മുട്ടയിൽ ഇരുന്ന് കിട്ടുന്നതാണ് ഇതൊക്കെ. ഈ കുഞ്ഞാടിന്റെ രക്തത്തിനകത്ത് നമ്മളൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദേഹം ആത്മാവിനെ സമ്പൂർണമായി അങ്ങോട്ട് ഏൽപ്പിച്ച് ഏകാഗ്ര ഹൃദയത്തോടുകൂടെ നമ്മുടെ അന്യചിന്തകളെല്ലാം മാറിപ്പോണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ചിന്ത അവിടെ ഇവിടെയും പോകും. ദൈവവചനം കേൾക്കുമ്പോഴും നമ്മുടെ ചിന്ത അവിടെ ഇവിടെയും പോകും. നോ, അങ്ങനെ ആകരുത്. ഈ കുഞ്ഞാടിന്റെ രക്തത്തിനകത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇരിക്കുന്ന ഇടം നമ്മൾ മറക്കും. ാണ് മറക്കുന്നത്. ആ സമയത്ത് പിന്നെ നമ്മൾ ആത്മാവിലാവുകയാണ്. അങ്ങനെ ആത്മാവിലായി കഴിയുമ്പോൾ നാം പോലും അറിയാതെ വിഷയത്തെ അങ്ങോട്ട് വലിച്ചെറിയുകയാണ്. ആ കുഞ്ഞാടിന്റെ രക്തത്തിനകത്തേക്ക് നാം വിഷയവുമായിട്ട് അങ്ങോട്ട് കയറുകയാണ്. അവിടെയാണ് വിടുതല, അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുന്നത്. നാം ചിന്തിക്കണം, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയം, നമ്മുടെ ചർച്ചിന്റെ വിഷയം, നമ്മുടെ വ്യക്തിപരമായ വിഷയം, നമ്മുടെ ഫാമിലിയിലുള്ള വിഷയങ്ങള്, ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം നാം കുഞ്ഞാടിന്റെ രക്തത്തിനകത്തേക്ക് കയറി നാം പ്രാർത്ഥിക്കണം. നമ്മൾ ചിന്തിക്കണം, ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മുടെ പിതാവിനെ നമുക്കറിയാം, നമ്മുടെ പിതാവിന്റെ പിതാവിനെ നമുക്കറിയാം. അവരുടെ പിതാവ് നമുക്കറിയത്തില്ല. ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മൾ കാണാത്ത നമ്മുടെ വലിയ അപ്പച്ചന്മാരെ നമുക്കറിയുന്നില്ല. ഞാൻ സിമ്പിൾ മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നത്. അപ്പം ലോക സ്ഥാപനം അതിനു മുമ്പ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവേ, നിന്റെ തെരഞ്ഞെടുപ്പ് എന്റെ മേലുള്ളത്, എന്റെ മേൽ, നമ്മുടെ ഓരോരുത്തരുടെ മേലും ആ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ് നാം ഇന്ന് നിലനിൽക്കുന്നതും ഇന്ന് നാം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ ആയിരിക്കുന്നത്. എന്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. എന്റെ അനുഭവം മുഴുവൻ ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. നമുക്ക് ലഭിക്കുന്നിടം വരെയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകരുത്. നാം പ്രാർത്ഥിച്ച് ഇട്ടിട്ട് പോയാല് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ കാത്തിരിക്കണം. നമ്മൾ കാത്തിരുന്ന് കിട്ടുന്നിടം വരെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ മാസങ്ങൾ പിടിക്കും, ചിലപ്പോൾ വർഷങ്ങൾ പിടിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട നമ്മള്, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മള്, നമുക്ക് വേണ്ടി അല്ലാതെ, ദൈവവൈതലേ, നമുക്ക് വേണ്ടി അല്ലാതെ
ആർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. എപ്പോഴും ഒരു വിശ്വാസം വേണം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി, എന്റെ മോന് വേണ്ടി പ്രവർത്തിക്കും, എന്റെ മോന് വേണ്ടി പ്രവർത്തിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. അത് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. അതാണ് ഈ ഹല്ലേലൂയ. ഉറപ്പ്, ധൈര്യം. ഞാൻ കുറച്ച് ആഴ്ചകളായിട്ട് ഇത് തന്നെ പറയുന്നത്. ഉറപ്പ് വേണം, ധൈര്യം വേണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നട്ടല് ഞാൻ പറഞ്ഞില്ലെന്ന് അറിയത്തില്ല, പറഞ്ഞു കാണത്തില്ലായിരിക്കാം. എന്റെ നട്ടലിനകത്ത് വലിയൊരു പ്രയാസം കടന്നു. ഞാൻ വളരെ നാളുകളായി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചിട്ടെങ്ങും അതിനൊരു സൗഖ്യം കിട്ടുന്നില്ല. നേരെ നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. വളരെ ഭാരപ്പെട്ടു, വളരെ ഭാരപ്പെട്ടു. ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സ്ഥാപനത്തില് ഉച്ചയ്ക്ക് 2 മണി സമയമായി. നിങ്ങൾ മനസ്സിലാക്കണം, ഉച്ചയ്ക്ക്, ഇതെന്റെ അനുഭവമാണ് ദൈവമക്കളെ. ഉച്ചയ്ക്ക് 2 മണി സമയമായി. എനിക്ക് നേരെ നിൽക്കാൻ വയ്യ. ചില സമയത്ത് നമ്മുടെ ശ്വാസമൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് വരും. അത് സാധാരണയാണത്. നമ്മൾ ചിലപ്പോൾ അയ്യം വിളിക്കും. പക്ഷെ ഞാൻ പറയുന്നതാ, പിന്മാറല്ലേ, ഒരിക്കലും പിന്മാറല്ലേ. എനിക്ക് അതിഭയങ്കര വേദന. ഞാൻ എന്റെ ടേബിളെ പിടിച്ചുകൊണ്ട് ഞാൻ വിട്ട് കരയുക. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഞാൻ കർത്താവേ, ഞാൻ വിട്ട് കരയാണ്. ഉച്ചയ്ക്ക് 2 മണി സമയമാണ്. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോ വേദനകൾ കയറി വരുമ്പോ നമുക്ക് പലപ്പോഴും സഹിക്കാൻ വയ്യാത്ത വേദന വരും. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ മേശപ്പുറത്ത് പൊട്ടിച്ചുകൊണ്ട് ഇത് ആളച്ച് വെച്ച് നടന്ന സംഭവമാണ്. അറിയാൻ തുടങ്ങി, വിട്ട് നല്ല ഒളിക്കാൻ തുടങ്ങി. കർത്താവേ, എന്റെ കർത്താവേ, വേദന കൊണ്ട് കർത്താവേ എന്ന് പോലും അങ്ങോട്ട് തരാൻ വയ്യാത്തവണ്ണം പലപ്പോഴും നമുക്ക് തലവേദനയൊക്കെ വന്നു കഴിയുമ്പോൾ അതിഭയങ്കര തലവേദന, തല പൊട്ടിപ്പോകുന്ന വേദന. പക്ഷെ ഈ നടുവേദന എന്ന് പറഞ്ഞ ഒരു വേദനയുണ്ട്. അത് ഈ നട്ടല് വേദന, അത് സഹിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ വിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കയറ്റിയതുപോലെ ഒരു അബോധാവസ്ഥ പോലെ ആ ടേബിളെ മാത്രം, എന്റെ കൈ ടേബിളെ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. ദൈവമേ, ഒരാള് ഒരു കുടം വെള്ളം എന്റെ തലയിലേക്ക് ഒഴിച്ചു. 2 മണി സമയത്ത്. അത് ദർശനമാണ് കേട്ടോ. വിട്ട് നിലവിളിക്കുമ്പോ വിട്ട് നമ്മുടെ വിൽ പവർ വരെ പോയ സമയമാണ്. ഒരാൾ ഒരു കുടം വെള്ളം എന്റെ തലയിലേക്ക് ഒഴിക്കുക. അത് ഇങ്ങനെ ഒഴുകി വന്ന നട്ടലിന്റെ ആ വേദനയുള്ള ഭാഗത്തേക്ക് ഇറങ്ങി ഞാനൊന്ന് പിടച്ചു. എന്റെ വേദന പൂർണ്ണമായും മാറി. ദൈവ പൈതലേ, ഇതെന്റെ അനുഭവമാണ്. നാം നിലവിളിക്കുമ്പോ, നാം അയ്യം വിളിക്കുമ്പോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ.
നാം അത് മറക്കരുത്, ഒരിക്കലും അത് മറക്കരുത്. ആമേൻ. ഒരു കരം, ആ കരം ഏത് കരം? ഗോൽഗോഥായിൽ മരക്കുരിശിന്മേൽ ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട നമ്മുടെ മശിഹ വേദനയാൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന അപ്പാ. നമ്മുടെ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടിയുണ്ട്. ദൈവ പൈതലേ, ആമേൻ. ആ കരം നമുക്ക് ഇറങ്ങുവാൻ, ആ കരത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കുസുമായി ഒരു ഉറപ്പും ഒരു ധൈര്യവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അപ്പാ, കൃപ തോന്നണേ. ദൈവത്തിന്റെ വചനത്തിലെ ഒരിക്കലും അസാധ്യമെന്നൊരു കാര്യമില്ല. ദൈവ പൈതലേ, കർത്താവ് മഹത്വം അത്യുന്നത. സത്യമെന്ന് ഒരു കാര്യമില്ല. ഞാനേ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ അബുദാബിയിൽ മിലിറ്ററിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അതിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ കാല് പൊട്ടി 4 കഷ്ണമാക്കി ഉപ്പൂറ്റി അടിച്ച് പൊട്ടിച്ച് ഞാൻ വിശ്വാസത്തിൽ എന്നെ കർത്താവ് പൊട്ടക്കണത്തിലിട്ട് എൻ്റെ കാല് പൊട്ടിച്ച് തകർത്തെന്നെ വിശ്വാസിയാക്കിയാണ്. അല്ല ഇന്ന് ഞാൻ വരത്തില്ലായിരുന്നു. അബുദാബി മിലിറ്ററി ഹോസ്പിറ്റലിൽ 2.25 വർഷം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഓപ്പറേഷൻ, 3 ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. 3 മാസം കഴിഞ്ഞ് വീട്ടിൽ വരും, പിന്നെ പ്ലാസ്റ്റർ എടുക്കും, പിന്നെ ഓപ്പറേഷൻ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ആയിരിക്കുകയാണ്. അവിടെ ഈ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ അനുഭവം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കണം. ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ നാം മനസ്സിലാക്കണം. 2 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യണം. ഈ കോൺട്രാക്ട് റിന്യൂ ചെയ്യണമെങ്കിൽ മെഡിക്കൽ ഡോക്ടർ, മിലിറ്ററിയിലെ മെഡിക്കൽ ചെക്കപ്പ് നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. മിലിറ്ററിയിലുള്ള മെഡിക്കൽ ചെക്കപ്പ് മുട്ടയിരുത്തി വരെ നമ്മളെ ചെക്ക് ചെയ്യിപ്പിക്കും. എനിക്ക് മുട്ടയിൽ ഇപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ഉപ്പൂറ്റി പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം 2 വർഷം കഴിഞ്ഞ് റിന്യൂ ചെയ്യുന്ന സമയത്ത് എനിക്കൊരിക്കലും എൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്ത് കിട്ടത്തില്ല. എനിക്ക് തന്നെ അറിയാം. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവേ, 2 കുഞ്ഞുങ്ങളുമായി ഞാൻ ദേശത്ത് വന്നിരിക്കുകയാണ്, ഞാനൊരു ദൈവ പൈതലാണ്. കർത്താവേ, എൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുമായി ജീവിക്കുവാൻ കഴിയത്തില്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. മകനെ, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം മക്കളെ നമ്മുടെ പേര് ചൊല്ലി വിളിക്കും കേട്ടോ. നമ്മുടെ പേര് ചൊല്ലി കർത്താവ് വിളിക്കും. മകനെ, നിനക്ക് നിൽക്കാവുന്നിടത്തോളം കാലം നിനക്കിവിടെ നിൽക്കാം. നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. ഒരു ശബ്ദം കിട്ടും. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് എൻ്റെ മെഡിക്കൽ ഇന്റർവ്യൂവിന് ഞാൻ കടന്നു പോകുന്നത്. എന്നെ മെഡിക്കൽ ഇന്റർവ്യൂ നടത്തുന്നത് എൻ്റെ മുന്നിൽ ഒത്തിരി ആൾക്കാർ ലൈനിൽ നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെയും ഡ്രസ് അഴിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മിലിറ്ററിയിലെ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. ഓരോരുത്തരുടെയും കംപ്ലീറ്റ് ഡ്രസ് അഴിക്കും. അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. എൻ്റെ ഊഴം വന്നപ്പോ എന്നെ ചെക്ക് ചെയ്യുന്ന ആ മെഡിക്കൽ കേണലായ ഡോക്ടർ എന്റെ എല്ലാ ഫയലും അയാളുടെ കയ്യിലുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ ഹിസ്റ്ററി അയാളുടെ കയ്യിലുണ്ട്. എന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി, എന്ന് ഞാൻ ഡിസ്ചാർജ് ആയി. ഒരു കാരണവശാലും എനിക്ക് റിന്യൂ ചെയ്യാൻ കിട്ടാൻ ഒരു അവകാശവുമില്ല. ഇയാളുടെ മുന്നിലെ ഒരു കസേര ഇരിപ്പുണ്ടായി.
എന്റെ മുന്നിലുള്ള സകല മനുഷ്യനെ മുട്ടയിലിട്ട് ആ ഡോക്ടർ, ആ കേണലായ ഡോക്ടർ എന്നോട് കസേര എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഈ കസേരയിൽ എന്നോട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കേണലായ ഡോക്ടർ, കേണൽ ഡോക്ടർ പറഞ്ഞ് കസേരയിട്ട് അവരോട് ഇരിക്കാൻ. 80 പേരെന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവരെല്ലാം മുട്ടയിലിരുത്തി വിരലിന്റെ തമ്പല്, തള്ള വിരലേല് ഇങ്ങനെ പൊങ്ങണം. തള്ള വിരലേൽ പൊങ്ങിയെങ്കിൽ മാത്രമേ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ഔട്ടാ. ഞാൻ ചെല്ലുകയും പുള്ളിയുടെ കസേര ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടേ ഈ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുകയാണ്, സുഖമാണോ? മക്കൾ എത്ര ഉണ്ട്? എന്നോട് നാട്ടുകാര്യവും വീട്ടുകാര്യവും ചോദിച്ചിട്ട് അയാളുടെ ഫയലിനകത്ത് എഴുതിയാണ് ഈ വ്യക്തി ഫിറ്റാണെന്ന്. ഇപ്പൊ പൈതലേ, എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി. കർത്താവ് ഫയലുകളെ, കർത്താവ് രേഖകളെ മാറ്റി അധികാരികളുടെ കണ്ണുകളെ കുരുടാക്കി. അധികാരികളുടെ കണ്ണുകളെ കർത്താവ് കുരുടാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അത് നമ്മുടെ ദൈവമാണ്. അവന്റെ കരം കുറുകിയിട്ടില്ല. ധൈര്യം വേണം. നാം ഒരു വിശ്വാസിയാണ്. ആരിനാണ് നമ്മുടെ ഉറപ്പ് വേണ്ടത്? നമ്മുടെ ഉറപ്പ് ക്രിസ്തുവിലായിരിക്കണം. നമ്മുടെ ധൈര്യം ക്രിസ്തുവിലായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു യേശു ഉണ്ട് എന്ന് നാം ഉറയ്ക്കണം, വിശ്വസിക്കണം. മടുത്തു പോകരുത്. നമ്മളെ ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു ഭാഗം പറയാം. ഉൽപ്പത്തി 22-ാം അധ്യായം 1 തൊട്ട് 3 വരെ വായിക്കുമ്പോൾ, അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ യാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതിൽ കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിന് വിറക് കയറിയെടുത്ത് കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഇവിടെ ഒരു വിഷയം നാം മനസ്സിലാക്കണം. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ദൈവം കാലാകാലങ്ങളിൽ, സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടെന്നെ അരുത്, പോകരുത്, ചെയ്യരുത്, ഇടപെടരുത്, തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ദൈവം പറയുന്നത് നാം അനുസരിച്ചു കൊടുത്താൽ മാത്രം മതി. അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിനെ അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു.
ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്ന്, ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അബ്രഹാമിനോട് സംസാരിച്ച ദൈവം, അബ്രഹാമിന് മക്കളെ കൊടുത്ത ദൈവം, അബ്രഹാമിനോട് സംസാരിക്കുന്നു. ഈ ദൈവം സംസാരിക്കുന്നത് അബ്രഹാം ഏറ്റെടുത്തു, ഉറച്ചു. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നാം ഏറ്റെടുക്കണം. അത് പല വഴിയിൽ കൂടിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു സാക്ഷ്യം മതി, അല്ല നമ്മുടെ ഒരു അനുഭവം മതി. കർത്താവിന്റെ ദാസന്മാരുടെ വചന ശുശ്രൂഷ മതി. സ്വപ്നത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ നമ്മോട് ദൈവം സംസാരിക്കും. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ട് ദൈവം നമ്മളോട് സംസാരിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും ദൈവം എപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രയർ ഗ്രൂപ്പിനകത്തേക്ക് നമ്മൊന്ന് കടന്ന്, ഇതിനകത്ത് അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ ദൈവവചനം പ്രഘോഷിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു. തീർച്ചയായും ദൈവം പ്രവർത്തിക്കും. ഇവിടെ 28-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം, അത് 12-ാം വാക്യത്തിൽ, കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടികായ്ക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തെ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആ ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. യഹോവ ഇരേ എന്ന് പേരിട്ടു. നാം ദൈവസന്നിധിയിൽ, ഇവിടെ അബ്രഹാമിന്റെ വിഷയത്തിൽ നാം കടക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ദൈവം പറഞ്ഞ വാക്ക് കേട്ടു. നമ്മെ ഒരു ശുശ്രൂഷകനായി, നമ്മെ ഒരു വിശ്വാസിയായി, നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാടിനനുസരിച്ച് നാം നിന്നുകൊടുത്താൽ മതി. നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം ദൈവത്തിന് വേണ്ട. നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രമാണം കൊണ്ട് ദൈവപ്രവർത്തനം നടക്കുകയില്ല. ദൈവമക്കളെ, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുകയില്ല. സമ്പൂർണമായ ഒരു സമർപ്പണമാണ് ദൈവത്തിന് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ പക്ഷത്തു നിന്ന് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഞാൻ ഓറിസയിലെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ ചില വർഷങ്ങൾക്ക് മുന്നേ ഓറിസയില് രാത്രി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് 9 മണിയായപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, അവിടെ ഒരാള് തളർന്നു കിടക്കുകയാണ്, അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം. ഞാൻ അവിടുത്തെ പാസ്റ്ററും ഞാനും, ഓറിസ നമ്മുടെ ചർച്ചുണ്ട്, ചർച്ചിലെ പാസ്റ്ററും ഞാനും കൂടെ കടന്നുപോയി. അവിടെ ചെന്ന് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, വിശ്വസിക്കാൻ പറ്റത്തില്ല. നോ,
പക്ഷെ ദൈവം ഞാൻ ഈ പറയുന്ന കാര്യം ദൈവം മക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവിടെ ചെന്നുടനെ ആ തളർന്നു കിടക്കുന്ന 34 വയസ്സ് പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ തളർന്നു കിടക്കുന്നു? ആ വ്യക്തി പറയാണ്, ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു, ദൈവവിളി എന്റെ മേലുണ്ടായിരുന്നു. ഓറിസക്കാരൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് വന്ന് തളർന്നു കിടക്കുക. മനസ്സിലാകുന്നു. വണ്ടി ഓടിക്കുകയും വല്ല പണിക്ക് പോവുകയൊക്കെ ചെയ്താലേ എന്റെ കാര്യം നടക്കും. അതുകൊണ്ട് ദൈവവിളിയെ ഞാൻ വേണ്ടാന്ന് വെച്ച് ഞാൻ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയി, ഞാൻ തളർന്നുപോയി എന്ന് പറഞ്ഞു. തളർന്നു പോയി എന്ന് പുള്ളി സമ്മതിച്ചു. പക്ഷെങ്കിൽ ദൈവ വിളിയെ പുള്ളി അഗണ്യമായി ചെയ്തു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിന്നെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാൽ നീ എന്ത് ചെയ്യണം നിന്റെ കർത്താവിന് വേണ്ടി? കരയുവാൻ തുടങ്ങി. ഞാൻ തളർന്ന് കിടന്ന അപ്പോഴാണ് മനസ്സിലായത് ഞാൻ വഴിവിട്ടുപോയി എന്ന്. ഞാൻ ചോദിച്ചു, എന്നെ കർത്താവ് സൗഖ്യമാക്കിയാൽ നീ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ചോദിച്ചു. ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് പറയുകയും ഈ തളർന്നു കിടക്കുന്ന 2.5 വർഷമായി തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ മുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ മാറിച്ചോട്ടു. ആ തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ മുകളിൽ ഞാൻ കയറി കിടക്കുക. എന്തും എല്ലായിരിക്കുന്ന മനുഷ്യൻ, അവന്റെ മുകളിൽ ഞാൻ കമന്നു കിടക്കുകയാണ്. ഒരു തടിക്കട്ടിലെ തുള്ളി കട്ടിലാണ്. അതിന്റെ മുകളില് ആ വ്യക്തിയും ഞാനുമായി അവിടെ കിടന്നുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ പൊക്കിയെടുത്തിട്ട് എന്റെ നെഞ്ചോട് ചേർത്തു. എന്റെ കയ്യിൽ നിന്ന് ആ മനുഷ്യൻ താഴോട്ട് പോവുകയാണ്. നാളുകളായി തളർന്നു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ താഴോട്ട് പോവുകയാണ്. എന്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ആ മനുഷ്യന്റെ കട്ടിലിന്റെ ഇങ്ങേപ്പുറത്ത് നിന്ന മനുഷ്യനാണ്. എന്നെ ദൈവം തട്ടി ആ മനുഷ്യന്റെ മുകളിൽ കെട്ടി ഇട്ടേക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കണം. എന്റെ നെഞ്ചിൽ നിന്നൊരു ചൂട് വ്യാപരിക്കുവാൻ തുടങ്ങി. ഒരു വലിയ ചൂട്, എന്റെ നെഞ്ചിൽ നിന്നൊരു വലിയ ചൂടിങ്ങനെ വ്യാപരിച്ചു വരികയാണ്. ഞാൻ മനുഷ്യനെ എന്റെ നെഞ്ചോട് ചേർത്തു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, ഈ വ്യക്തി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് നിന്റെ വഴി വിട്ടുപോയി. ആ മനുഷ്യൻ ഏറ്റു പറഞ്ഞു, ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണമേ. അങ്ങനെ ഒരു 5 മിനിറ്റ് ആ വ്യക്തിക്ക് വേണ്ടി നെഞ്ചോട് നെഞ്ച് ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കൈവിട്ടു. നീ യേശുവിന്റെ നാമത്തിൽ നടക്കുക. ആ മനുഷ്യൻ നടക്കുവാൻ തുടങ്ങി. ആലോചിച്ച് നോക്കി. ഈ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ദൈവവചനമൊന്നും അവർക്ക് ശരിക്ക് അറിയത്തില്ല. പക്ഷെ അവിടുത്തെ പ്രവർത്തനം
ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ. അവസാനം ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ നടക്കുകയും വർത്തമാനം പറയുകയും ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം കൂടെ കൂടി. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്കൊരു ചായ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രാത്രി 10:45 11 മണിയായി. ജനവും അങ്ങ് കൂടി. ഈ മനുഷ്യൻ, അത് ദൈവം ഒരു അടയാളം എന്നൊരു വായിക്കൂടെ പറയിപ്പിച്ചതാണ്, നീ എനിക്കൊരു ചായ ഉണ്ടാക്കി തരണമെന്ന്. തന്റെ ഭാര്യ വനത്തിൽ പോയി അടുക്കി വെച്ച വിറകും കൊണ്ട് ചായ ഉണ്ടാക്കി എനിക്ക് തന്നു. ഇന്ന് ദാസൻ ബോംബെയിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതെന്റെ കർത്താവ് ചെയ്തൊരു കാര്യമാണ്. പ്രമാണം തെറ്റിച്ച് നടന്നാൽ, വഴിവിട്ടു പോയാൽ, മടങ്ങി വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രമാണം വിട്ടുപോകാതെ ഉറപ്പും ധൈര്യമായി ഉള്ളവനായി നിന്നാൽ, വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നാം മുന്നേറിയാൽ നാമം അനുഗ്രഹിക്കും, ദൈവനാമം മഹത്വമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, അതിന്റെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളെ കൊണ്ട് ദൈവം വേണ്ടാത്ത ഘനമായ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഇവിടെ ദൈവം പറയുകയാണ്, നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അബ്രഹാം ദൈവത്തിന്റെ വചനത്തിന് സമ്പൂർണമായി സമർപ്പിച്ചു. ആ അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേൽ ജനം ലോകത്തെ ഉറപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം നമ്മളാരാണ്? വാക്കത്ത അബ്രഹാമിന്റെ സന്തതിയായി നല്ലൊരുവിനെ വെട്ടിക്കളഞ്ഞ് കാട്ടരുവായ നമ്മെ നല്ലൊരുവിനോട് ചേർത്ത് പണിത ഒരു ദൈവ പൈതലാണ് നാമും. നമ്മുടെ തലമുറയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. Praise the Lord. നമുക്കും പറയാം, നിന്റെ വാക്ക് കേട്ട് അനുസരിച്ചു, ഞാനും എന്റെ തലമുറയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം നമുക്ക് വേണ്ടി ഉണ്ട്. ദൈവ പൈതലേ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തോടുകൂടെ നടക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രാപിച്ച് നടക്കണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വഴിയിൽ നാം നടന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം നമ്മെ കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് ഈ പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്നത്. ഈ പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇതിലെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിക്ക് അറിയത്തില്ല. തീർച്ചയായും ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്ന ജനത്തിന് വേണ്ടി കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും.
നമ്മുടെ ഓരോ വിഷയത്തിന് മേലും പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവമേ, ഈ നല്ല സന്ധ്യാസമയം അങ്ങയുടെ ദാസനാൽ പരിശുദ്ധാത്മാവിനാൽ തുടങ്ങിയ ഈ പ്രയർ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് ഉറപ്പും ധൈര്യമുള്ളവരായി പ്രാർത്ഥിച്ച് ക്രിസ്തുവിൽ കൂടി പ്രാപിച്ച് ക്രിസ്തുവിന്റെ മഹത്വത്തിനായി ഈ പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, അവരുടെ തലമുറയായി കർത്താവ് അവരെ അനുഗ്രഹിക്കാൻ പോകുന്നതായി സ്തോത്രം. അനേകർ കർത്താവേ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായി തട ഉറഞ്ഞെഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വലിയ ഗണം ഈ ഗ്രൂപ്പിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് അവരിൽ കൂടി ദൈവത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുത്തുവാൻ പോകുന്നതായി സ്തോത്രം. കർത്താവ് ഇത്രയും സമയം തന്നതായി സ്തോത്രം. തന്റെ ദാസിദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും ദൈവീയാലോചനയും രാത്രികാലം കർത്താവിന്റെ ദാസനും കൂടെ നമ്മെ കേൾപ്പിച്ചല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ദൈവത്തിന്റെ പൈതലിലെ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന വലിയ വാഗ്ദത്തത്തിന് ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുക. യഹോവ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളും യഹോവയെ മുന്നിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അവനെ നാം പിന്തുടരുക, അവൻ പറയുന്നത് നാം കേൾക്കുക, അതനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുക. എപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തി യഹോവയാണെങ്കിൽ അവനെയാ നാം പിന്തുടരുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം കുലുങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, വഴിതെറ്റിപ്പോകാതെ അവന്റെ കാൽ ചുവടുകളെ പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവത്തിനിൽ യഹോവയെ മുൻപിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ. അവൻ നമ്മുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നമ്മുടെ ബലമായിരിക്കുന്നവൻ ക്ഷീണിച്ചു പോകുന്നു. നാം തളരുമ്പോൾ നമ്മെ ബലപ്പെടുത്തി നമ്മെ താങ്ങി നടത്തുന്ന ഒരുവനുണ്ട്. അവനെപ്പോഴും നമ്മെ ശക്തി ധരിപ്പാൻ കഴിവുള്ളൊരു കഥ. കർത്താവിന്റെ ദാസൻ അനേക സാക്ഷ്യങ്ങൾ പറഞ്ഞു, മകന്റെ കാര്യങ്ങൾ പറഞ്ഞു, തന്റെ ജീവിതത്തിന്റെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും ആ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ധൈര്യമുള്ളവരായി ദൈവസ്ഥലിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഇന്നല്ലേ നാളെ മറുപടി കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതായത് ഇന്ന് രാത്രിയിൽ പിന്നെയും നമ്മെ ധൈര്യപ്പെടുത്തിയ ദൈവിക ആലോചനയ്ക്കായി, സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി കർത്താവ് പിന്നെയും ഏറിയ പ്രതിഫലം നൽകിയ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ഹല്ലേലൂയ ശ്രേഷ്ഠകരമായി നടത്തിയ അനേക ദൈവജനത്തിന്, ദൈവദാസന്മാർക്ക് അനുഗ്രഹവും ആശ്വാസമായിരിക്കാൻ കർത്താവിന്റെ ദാസനെ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്ന ഇന്ന് രാത്രികാലം നിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിൽ, ആശ്രയമറ്റ സാഹചര്യത്തിൽ, ആരും സഹായമില്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ നിലവിളിയും കേട്ട് ഞങ്ങളെ സഹായിപ്പാൻ മനസ്സിലുള്ള കരുണയുള്ള ദീർഘക്ഷമയുള്ള ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. അതെല്ലാം കർത്താവ് ഞങ്ങളെ ധൈര്യത്തോടെ നടത്തുവാൻ നീ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുള്ളതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ ചെയ്യുന്ന കർത്താവേ. ഈ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാൽ ഓരോ മണിക്കൂറുകളും രാത്രിയും പകലും ദിവസേനയിൽ കർത്താവ് അനേക വിഷയങ്ങളെ ഞങ്ങൾ നിരന്തരമായി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിനും വേണ്ടി സ്വർഗം ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലും
അവരുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പാൻ നിന്റെ ജനമാകുന്ന ഞങ്ങൾക്ക് പിന്നെയും നീ കൃപ തരികയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കാത്ത അലയ തുടർന്നും പ്രാർത്ഥിപ്പാൻ നിന്റെ ജനത്തിന് കർത്താവ് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കാത്ത സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കട്ടെ കർത്താവ്. പ്രാർത്ഥന കർത്തനാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.